മച്ചാന്മാരെ, നമ്മളിപ്പം തൃശ്ശൂരാണ്. തൃശ്ശൂർ പീച്ചിയാണ്. പീച്ചി വെള്ളക്കാരത്തടം എന്ന് പറയും. ഇതൊരു വനപ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഒരു കാട്ടാന ഒരു കിണറ്റ് വീണിട്ടുണ്ട്. നമ്മൾ ഇത് കണ്ടോ, ഈ വനത്തിൻ്റെ സൈഡിലേ ഈ വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് ചാടാതിരിക്കാനായിട്ട് സോളാറിൻ്റെ ലൈൻ വലിച്ചിരിക്കുകയാണ്. അതൊന്നും അവൻ കാര്യമാക്കത്തില്ല. അവനെല്ലാം ചവിട്ടി മതിച്ചുകൊണ്ട് വൈകുന്നേരം പോയി ഇറങ്ങും. ഇപ്പം നമ്മളിപ്പം നടക്കുന്നത് ഒരു റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിന് അങ്ങേയറ്റത്തൊരു വീടുണ്ട്. വീടിന് പറ്റയ്ക്കൊരു പ്ലാവ് നിൽപ്പുണ്ട്. ഈ പ്ലാവിലെ ചക്ക തിന്നാനായിട്ട് ആന മിക്കപ്പോഴും വരും. അപ്പം അങ്ങനെ ഇന്നലെ വന്നപ്പോഴത്തേക്കിന് വൈകിട്ട് കറണ്ടില്ലായിരുന്നു. പെട്ടെന്ന് ഇത് കണ്ടോ, ഈ പ്ലാവെ ചക്ക നിൽപ്പുണ്ട്. ഇത് തിന്നാനായിട്ട് വരുന്ന ആനയാണ്. അപ്പം വൈകിട്ട് കറണ്ട് വന്നപ്പോഴത്തേക്കിന് പെട്ടെന്ന് ഇപ്പം പേടിച്ച് പുറകോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് ഇത് കണ്ടോ, ഒരു കിണറായിരുന്നു. ആ കിണറ്റിനകത്ത് പോയി. പക്ഷേ പോയിട്ട് അപ്പം ജീവനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫോറസ്റ്റുകാരൊക്കെ വന്ന് അതിനെ രക്ഷപ്പെടുത്താനായിട്ട് JCB ഒക്കെ ഉപയോഗിച്ച് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ചരിഞ്ഞ് ഒരനക്കൊന്നുമില്ല. അതിനുശേഷം അവർ പയ്യെ ഇതിനെ പൊക്കാനിട്ട പ്ലാനാണ് കരയ്ക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. ഇത് കണ്ടോ, മറ്റേ ഇതൊക്കെ കൊണ്ടുവന്ന് അവർ പയ്യെ പൊക്കുക. കണ്ടോ, പൊങ്ങി വരുന്നുണ്ടോ, പാവം. അങ്ങനെ ശല്യമൊന്നും ഇല്ലാത്ത ആനയാണ്. കാരണം ഈ ചക്ക അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് തിന്നാനായിട്ട് വന്ന ആനയാണ്. കണ്ടോ, ചരിഞ്ഞ് പാവം. കണ്ടോ, കൊമ്പനായിരുന്നു. അതിൻ്റെ കൊമ്പൊക്കെ ഇരിക്കുന്നുണ്ടോ, അടിപൊളി. നമ്മുടെ വീടിന് നേരെ കുറച്ചും കൂടെ ശക്കലം മുന്നോട്ട് മാറിയാണ് വനം തുടങ്ങുവാണ്. അവിടാണ് ആ കിണറിന് വലിയ വീതിയൊന്നുമില്ലായിരുന്നു. അതാണ് ഇത്രയും ഇതായിപ്പോയത്. ഇല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അവൻ ചരിയത്തില്ലായിരുന്നു. കുറേ പൈറ്റായിരുന്നേ കയറി വരാനായിട്ടേ. ഫോറസ്റ്റുകാരും കുറച്ച് ശ്രമിച്ച്, പക്ഷേ നിർഭാഗ്യവശാൽ അവൻ ചരിഞ്ഞ്